Hello students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ പ്രോഗ്രാംസ് ആണ്. അപ്പം ഞാൻ ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഈ പാറ്റേൺ ആണല്ലോ, ഈ പാറ്റേൺ എനിക്ക് പ്രിന്റ് ചെയ്ത് വരണം. അപ്പം അതിനുള്ള പ്രോഗ്രാം ആണ് ഞാൻ ഇവിടെ സൈഡിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നോക്കുക എത്ര റോസ് ഉണ്ട്. ഇതൊരു മെട്രിക്സ് ഫോമിലാണ് പ്രിന്റ് ചെയ്തിരിക്കുന്നത്. മീൻസ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബോത്ത് റോസും ഉണ്ട് കോളംസ് ഉണ്ട്. ഇത് ഫസ്റ്റ് റോ, ഇത് ഫസ്റ്റ് കോളം, ഇത് സെക്കൻഡ് കോളം, ഇത് തേർഡ് കോളം, ഇത് ഫോർത്ത് കോളം, ഇത് ഫിഫ്ത്ത് കോളം. സിമിലർലി ഇത് റോ 1, റോ 2, റോ 3, റോ 4, റോ 5. അപ്പം നമ്മൾ നോർമലി റോ 1, റോ 2, റോ 3, റോ 4 ആണെങ്കിൽ പോലും നമ്മൾ മെൻഷൻ ചെയ്യുന്നത് R0 മീൻസ് റോ 0. നമുക്ക് റോ 0, this is row 1, this is row 2, this is row 3, this is row 4. Similarly, this is column 0, column 1, this column 2, column 3, column 4. So, ഇവിടെ 5 rows ഉണ്ട്, 5 columns ഉണ്ട്. So, ഞാൻ ആദ്യം തന്നെ റോസ് 5 എന്ന് ഞാൻ കൊടുത്തു. കാരണം എത്ര റോസ് ഉണ്ട്? 1, 2, 3, 4, 5. അപ്പോൾ ഇൻറ്റു റോസ് ഇസ് ഈക്വൽ ടു 5. ഇനി for I is equal to 0, I less than rows, I plus plus. കാരണം എത്ര റോസ് ഉണ്ട്? 5 റോസ് വരെ എനിക്ക് പോകണം. മീൻസ് 0 to 4 വരെ പോകണം. അതുകൊണ്ടാണ് I is equal to 0, I less than 5 എന്ന് പറഞ്ഞിരിക്കുന്നത്. റോസ് ഏത് വരെ പോകണം? 4 വരെ പോകണം. ഇനി കോളം ഏത് വരെ പോകണം? കോളം എന്ന് പറയുന്നത് ഫസ്റ്റ് റോയിൽ എടുത്തു കഴിഞ്ഞാൽ കോളം 0, റോ 0 എടുത്തു കഴിഞ്ഞാൽ കോളം 0 മാത്രമേ ഉള്ളൂ. ഇനി റോ 1 എടുത്തു കഴിഞ്ഞാൽ കോളം 0 ഉണ്ട്, കോളം 1 ഉണ്ട്. ഇനി റോ 2 എടുത്തു കഴിഞ്ഞാൽ കോളം 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. മീൻസ് വാട്ട്? ജെയിൻ്റെ വാല്യൂ ഏത് വരെ പോകണം? I വരെ പോകണം. ജെയിൻ്റെ വാല്യൂ I വരെ പോകണം. അതായത് ഇപ്പോൾ റോ 2ൻ്റെ കേസ് ആണെങ്കിൽ, കോളം 0, 1, 2. അതേപോലെ ഇപ്പം ജെയിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കും റോ 0 വരെ പോകണം. ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും റോ അല്ല കോളം 0 വരെ പോകണം. ഇനി ജെയിൻ്റെ വാല്യൂ 1 ആകുമ്പോഴത്തേക്കും കോളം 0, കോളം 1 വരെ പോകണം. സോ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഈ പ്രോഗ്രാം എങ്ങനെ വർക്കൗട്ട് ചെയ്യുന്നത്? ആദ്യം ഫോർ I is equal to 0. സോ I is equal to 0, I less than റോസ് എന്ന് പറഞ്ഞാൽ 5 ആണല്ലോ. അങ്ങനെയാണ് J is equal to 0 ചെയ്യും. J less than ഐൻ്റെ വാല്യൂ എത്രയാണ്? 0. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. സോ അങ്ങനെയാണെങ്കിൽ സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ പറയും. സ്റ്റാർ പ്രിന്റ് ചെയ്തു. ഇനി എന്താണ്? ജെയിൻ്റെ വാല്യൂ 1 ആവും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ 0 ആണോ? അല്ല. നെക്സ്റ്റ് ഐൻ്റെ വാല്യൂ 1 വരും. 1 ലെസ് ദാൻ 5 ആണോ? ആണ്. അങ്ങനെ ജെയിൻ്റെ വാല്യൂ 0 വരും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റാർ പ്രിന്റ് ചെയ്യണം. നെക്സ്റ്റ് ജെയിൻ്റെ വാല്യൂ എന്താവും? 1 ആവും. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റാർ പ്രിന്റ് ചെയ്യണം. സ്പേസ് ഇട്ട് സ്റ്റാർ പ്രിന്റ് ചെയ്യും. നെക്സ്റ്റ് ജെയിൻ്റെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ? അല്ല. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. നെക്സ്റ്റ് എന്ത് വരും? ഐൻ്റെ വാല്യൂ 2 വരും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണ്. അങ്ങനെയാണ് ജെയിൻ്റെ വാല്യൂ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ? അങ്ങനെയാണ് സ്റ്റാർ പ്രിന്റ് ചെയ്യും. ഇനി 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണ് സ്റ്റാർ പ്രിന്റ് ചെയ്യും. ഇനി കാരണം സെയിം റോയിൽ തന്നെ വരും. കാരണം R is equal to
r is equal 2 ആവുന്ന കേസിലാണ് ഇത് ചെയ്യുന്നത്. r is equal 2 എന്ന് പറഞ്ഞാൽ ഇത് r is equal 2 ആവുന്ന കേസാണ് പ്രിന്റ് ചെയ്യുന്നത്. r is equal 2 എന്ന് പറഞ്ഞാൽ കോളം 0 വരും, 1 വരും, 2 വരും. 0 1 2 വരും. then 2 less than or equal to 2 ആണല്ലോ, അപ്പോൾ സ്റ്റാർ വരും. സിമിലർലി ഐയുടെ വാല്യൂ 3ഉം 4 വരെ വരും. അപ്പോൾ സ്റ്റാർ 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 സ്റ്റാർ. സിമിലർലി R4 വരുമ്പോഴത്തേക്കും കോളം 0, കോളം 1, കോളം 2, കോളം 3, കോളം 4 വരും അല്ലേ? ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്ത് നോക്കാം. സോറി, ഇവിടെ ജെ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. J++ കൊടുക്കണം. സ്റ്റോപ്പ് ചെയ്തു. J++. ഓക്കെ, J++. സോ ഇങ്ങനെയാണ് സ്റ്റാറിൻ്റെ ഇത് പ്രിന്റ് ചെയ്യുന്നത്. അനദർ ക്വസ്റ്റ്യൻ ഇസ്, നെക്സ്റ്റ് പാറ്റേൺ ഇതാണ്. 1 1 ഫസ്റ്റ് റോയിൽ 1, സെക്കൻഡ് റോയിൽ 1 2, തേർഡ് റോയിൽ 1 2 3, ഫോർത്ത് റോയിൽ 1 2 3 4, 1 2 3 4 5. അപ്പം ഇവിടെ സെയിം തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. നോക്കിക്കേ, ഇവിടെ 5 റോസ് ആണ്. സോ ഇൻറ്റ് റോ ഇസ് ഈക്വൽ ടു 5. പിന്നെ I is equal to 0, I less than rows I++. For J is equal to 0, J less than or equal to I, J++. നേരത്തെ ഇവിടെ സ്റ്റാർ ആണ് കൊടുത്തിരുന്നത്. സ്റ്റാറിന് വരെ നമുക്ക് എന്ത് കൊടുക്കണം? ജെയിൻ്റെ വാല്യൂ ആണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ജെയിൻ്റെ വാല്യൂ ആദ്യം 0. അപ്പം എന്ത് പ്രിന്റ് ചെയ്ത് വരണം? 0 + 1 1 പ്രിന്റ് ചെയ്ത് വരണം. അപ്പോൾ ഫസ്റ്റ് റോയിൽ എന്ത് പ്രിന്റ് ചെയ്യണം? അതായത് R0 അതായത് അതിൻ്റെ വാല്യൂ 0 ആകുമ്പോഴത്തേക്കും J+1, അതായത് 0 + 1 1 വരും. ഇനി അതിൻ്റെ വാല്യൂ 1 വരുമ്പോഴത്തേക്കും ജെയുടെ വാല്യൂ 0 + 1 1. ഇനി ജെയിൻ്റെ വാല്യൂ 1 വരും. 1 + 1 2 വരും. ഓക്കെ, സിമിലർലി R2 അതായത് അതിൻ്റെ വാല്യൂ 2 ആകുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 0 + 1 1. ദെൻ ജെയിൻ്റെ വാല്യൂ 1 ആവും. 1 + 1 2. ദെൻ ജെയിൻ്റെ വാല്യൂ 2 ആവും. 2 + 1 3 വരും. സിമിലർലി R3 വരുമ്പോഴത്തേക്കും ജെയിൻ്റെ വാല്യൂ 0 + 1. കാരണം R3 എന്ന് പറയുമ്പം ദാറ്റ് ഈസ് R3 മീൻസ് I is equal to 3. I is equal to 3 വരുമ്പം J is equal to 0 വരും, 1 വരും, 2 വരും, 3 വരും. സോ 0 + 1 1, then 1 + 1 2, then 2 + 1 3, 3 + 1 4. അങ്ങനെയാണ് ഇത് വരുന്നത്. സിമിലർലി അതിൻ്റെ വാല്യൂ 4 വരുമ്പം ജെയിൻ്റെ വാല്യൂ ഏത് വരെ വരും? 0 1 2 3 4. സോ 0 + 1 1, 1 + 1 2, 2 + 1 3, 3 + 1 4, then 4 + 1 5. ഓക്കെ, അപ്പം ജസ്റ്റ് എവിടെ മാത്രം ചേഞ്ച് വരുത്തിയാൽ മതി? കാരണം ഇവിടെ നിങ്ങൾക്ക് 5 റോസാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതാണ് 5. ഇപ്പം അതനുസരിച്ച് വരുമ്പോൾ നിങ്ങൾ ആ ഒരു ചേഞ്ച് വരുത്തിയാൽ മതിയാകും. 6 റോസ് ഉണ്ടെങ്കിൽ റോസ് ഇസ് ഈക്വൽ ടു അവിടെ 6 വരും. ആ ഒരു ചേഞ്ചേ ഉള്ളൂ, വേറൊരു ചേഞ്ചും വരത്തില്ല. ഓക്കെ, ഇവിടെ സ്പേസ് വേണം. നെക്സ്റ്റ് ലൈനിൽ പ്രിന്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് /n വന്നത്. കാരണം 1 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈനിലല്ലേ 1 2 വരുന്നത്. ഓക്കെ, കാരണം അതിൻ്റെ വാല്യൂ 0 ആവും, അതിൻ്റെ വാല്യൂ 1 ആവുമ്പോഴാണ് അത് നെക്സ്റ്റ് ലൈനിലോട്ട് വരുന്നത്. നമുക്ക് ഈ ഒരു പ്രോഗ്രാം റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഗ്രാമിന് ഞാൻ സ്ലൈഡ് ചേഞ്ച് വരുത്തുവാണ്. %d സ്പേസ് J+1. ഓക്കെ, റൺ ചെയ്ത് നോക്കാം. 1 1 2 1 2 3 1 2 3 4 1 2 3 4 5. ഓക്കെ, നെക്സ്റ്റ് പാറ്റേൺ ഇങ്ങനെയാണ്. ഫസ്റ്റ് റോയിൽ A വരും, സെക്കൻഡ് റോയിൽ AB, നെക്സ്റ്റ് റോയിൽ ABC, നെക്സ്റ്റ് റോയിൽ ABCD. കണ്ടിന്യൂസ് ആൽഫബറ്റ്സ് ആണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം ഞാൻ ഈ A എന്ന് കൊടുക്കുമ്പോഴത്തേക്കും
നിങ്ങൾ അതിൻ്റെ ഇൻറ്റിജർ വാല്യൂ പ്രിൻ്റ് ചെയ്ത് വരുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 65 കിട്ടും. മീൻസ് ആസ്കി ക്യാരക്ടറാണ് വരുന്നത്. ആസ്കി വാല്യൂ ഓഫ് എ ആണ് വരുന്നത്. ഇനി ഞാൻ എ പ്ലസ് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് വരുമെന്ന് അറിയാമോ? 66 വരും. 66 എന്ന് പറഞ്ഞാൽ അത് ക്യാരക്ടറായിട്ട് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് വരും? ബി വരും. ഇനി എ പ്ലസ് 2 ആണെന്ന് വിചാരിച്ചോ. എൻ്റെ വാല്യൂ നമുക്കറിയാം 65 ആണെന്നറിയാം. പ്ലസ് 2 ഇസ് ഈക്വൽ ടു 67. ഇൻറ്റിജർ വാല്യൂ വരുവാണെങ്കിൽ 67 വരും. ഇതിൻ്റെ ക്യാരക്ടർ വാല്യൂ ആണെങ്കിൽ എനിക്ക് എന്ത് വരും? സി എന്ന് വരും. ഓക്കെ, ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു കോൺസെപ്റ്റിന് മുന്നേ ഞാനൊരു ജസ്റ്റ് ഈ ആസ്കി വാല്യൂ എന്താണെന്നുള്ള ഒന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിക്കേ. ഞാൻ %c a വിത്തിൻ സിംഗിൾ കോട്ട്സിൻ്റെ അകത്ത് എ കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ പ്രിൻ്റ് ചെയ്ത് വരും. എ പ്രിൻ്റ് ചെയ്ത് വന്നു. ഇവിടെ ഞാൻ എഫ് കൊടുക്കുകയാണ്. ഇത് റൺ ചെയ്യുവാണെങ്കിൽ എന്ത് വരും? എഫ് പ്രിൻ്റ് ചെയ്ത് വരും. ഇനി ഞാൻ ഇതിൻ്റെ ക്യാരക്ടർ വാല്യൂവിന് പകരം ഇൻറ്റിജർ വാല്യൂ കൊടുക്കുകയാണ്. ഇൻറ്റിജർ വാല്യൂ കൊടുക്കുമ്പോഴത്തേക്കും എന്ത് വരും നമുക്ക് നോക്കാം. 70 വരും. അതായത് എ എന്ന് പറയുന്ന 65, ബി എന്ന് പറയുന്നത് 66, സി എന്ന് പറയുന്നത് 67, ഡി എന്ന് പറയുന്നത് 68, ഇ എന്ന് പറയുന്നത് 69, എഫ് എന്ന് പറയുന്നത് 70. ASCII value of F is 70. Okay, ASCII value of A is 65. Okay, ASCII value of C is 67. Okay. ഇനി ഞാൻ ഇതിൻ്റെ ക്യാരക്ടർ എനിക്ക് പ്രിൻ്റ് ചെയ്ത് വരണമെങ്കിലോ സി കൊടുക്കുക. ആ ക്യാരക്ടർ തന്നെ പ്രിൻ്റ് ചെയ്ത് വരും. ഇനി ഞാൻ സി പ്ലസ് 1 കൊടുത്തു. സോ സിൻ്റെ വാല്യൂ സി എന്ന് പറഞ്ഞാൽ സി തന്നെയാണ്. പ്ലസ് 1 എന്ന് പറഞ്ഞാൽ അടുത്ത ഡി വരും. ക്യാരക്ടറാണ്. ഇനി ഞാനത് ഇൻറ്റിജറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ സി പ്ലസ് 1 ഡി വരും. ഡി എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞാൽ 65, ബി എന്ന് പറഞ്ഞാൽ 66, സി എന്ന് പറഞ്ഞാൽ 67, 68 വരും. ക്ലിയർ? ഈ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എ വരും, പിന്നെ എ ബിയും വരും, പിന്നെ എ ബി സി വരും. അപ്പോൾ നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തേണ്ടത്? സോ നേരത്തെ എക്സാമ്പിളിൽ ജെ പ്ലസ് 1 എന്ന് ഞാൻ കൊടുത്തു. ഇവിടെ എന്താ ചേഞ്ച് വരുത്തേണ്ടത്? ക്യാരക്ടറാണ്. അതുമല്ല എനിക്ക് എ വേണം, എന്നിട്ട് പ്ലസ് ആദ്യം 0, എ മാത്രം മതി. അപ്പം 0, പിന്നെ 0യും 1ഉം വേണം. പിന്നെ എന്ത് വരും? 0, 1, 2. അപ്പം അത് മാറണമെങ്കിൽ എ പ്ലസ് ജെ എന്ന് കൊടുക്കണം. ഒന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, ഫസ്റ്റ് എ വരും, ദെൻ എ ബി വരും, ദെൻ എ ബി സി വരും, ദെൻ എ ബി സി ഡി, എ ബി സി ഡി ഇ. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് പാറ്റേൺ പ്രോഗ്രാംസ് പ്രിൻ്റ് ചെയ്യുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക, പാറ്റേൺ പ്രോഗ്രാം വരുമ്പോൾ റോസും കോളമും ഉണ്ടെങ്കിൽ നമ്മൾ ഐ ഈസ് ഈക്വൽ ടു സി, ഐയും വേണം, ജെ ലൂപ്പും വേണം. പിന്നെ എന്താണ് പ്രിൻ്റ് ചെയ്യിക്കാനുള്ളത്? സ്പേസ് ഇട്ട് കൊടുക്കുക. ഇവിടെ പ്രിൻ്റ് ചെയ്യിക്കാനുള്ള സ്പേസ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഐ ലൂപ്പിൻ്റെ അകത്ത് സ്ലാഷ് ഇൻ കൊടുക്കുക. എല്ലാത്തിനും ഇതേ സെയിം ഒരു പാറ്റേൺ തന്നെയാണ്. മാറുന്നത് ഇതേ ഉള്ളൂ. എന്താണ്? ഇതിൽ വരുന്ന പ്രിൻ്റ് എഫ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ മാറത്തുള്ളൂ. ബാക്കിയെല്ലാം സെയിം ആണ്. പിന്നെ നോക്കുക എത്ര റോസ് ഉണ്ടെന്നുള്ളത്. അതനുസരിച്ച് ആദ്യത്തെ ഒരു കോഡ് അത് മാറ്റുക. ഓക്കെ, താങ്ക് യു.